ബൈബിൾ സ്റ്റഡി ഓഫ് റിയാലിറ്റീസ് മാർച്ച് 23, 2025. അവരും കർത്താവിനെ അറിയട്ടെ. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അത് അവന് ഭോഷത്വമാകുന്നു. ആത്മികമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 2 അധ്യായം 14 വാക്യം. ഈ വാക്യം സ്വാഭാവിക മനുഷ്യനെക്കുറിച്ച് സംസാരിക്കുന്നു. ആരാണ് ഈ പ്രകൃതിയുള്ള മനുഷ്യൻ? പ്രകൃതിയുള്ള മനുഷ്യൻ എന്നാൽ വീണ്ടും ജനിച്ചിട്ടില്ലാത്ത സാധാരണക്കാരനും സാമാന്യ സ്വഭാവമുള്ള വ്യക്തിയാണ്. അവൻ ഒരു നല്ല അയൽപ്പക്കത്ത് വളർന്ന് മാന്യമായ ജീവിതം നയിച്ചിട്ടുണ്ടാകാം. എന്നാൽ അവൻ ദൈവിക ജീവിതത്തിൽ നിന്ന് അകലെയായിരിക്കുന്നു. സ്വാഭാവിക മനുഷ്യൻ ഒരിക്കലും ദൈവത്തിൻ്റെ പിതൃത്വത്തിലേക്ക് അടുപ്പിക്കപ്പെട്ടിട്ടില്ല. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 18 വാക്യത്തിൽ പറയുന്നു, അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം ഹൃദയകാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയി. അതുകൊണ്ട് സ്വാഭാവിക മനുഷ്യൻ എന്നത് തൻ്റെ പ്രാകൃതിക ജനനം മാത്രം അനുഭവിച്ചറിഞ്ഞവനും പൂർണ്ണമായും സ്വാഭാവികമായി വളർന്ന ഒരാളുമാണ്. ബൈബിൾ പറയുന്നത് പോലെ, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അത് അവന് ഭോഷത്വമാകുന്നു. ആത്മികമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 2 അധ്യായം 14 വാക്യം. വർഷങ്ങൾക്ക് മുൻപ് ഒരു സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ വിമാനത്താവളത്തിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ സംഭവത്തെ ഇത് ഓർമ്മിപ്പിക്കുന്നു. പരേതനായ ആർച്ച് ബിഷപ്പ് ബെൻസൺ ഇഡഹോസ സമീപത്തുണ്ടായിരുന്നു. അടുത്ത ദിവസത്തെ പത്ര റിപ്പോർട്ടുകൾ പ്രകാരം ആർച്ച് ബിഷപ്പിൽ നിന്നുള്ള കേൾക്കാവുന്ന തരത്തിലുള്ള ചില ശബ്ദങ്ങൾ വൈസ് ചാൻസലറെ പുനർജീവിപ്പിച്ചതായി മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് മാധ്യമങ്ങൾക്ക് മനസ്സിലായില്ല. അതിനാൽ അവർ അതിനെ കേൾക്കാവുന്ന തരത്തിലുള്ള ചില ശബ്ദങ്ങൾ എന്ന് വിളിച്ചു. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആർച്ച് ബിഷപ്പ് ഇഡഹോസ അത്യുച്ചത്തിൽ അന്യഭാഷകളിൽ സംസാരിച്ചു എന്നതാണ്. ഈ ഭാഷ മനസ്സിലാക്കുവാൻ കഴിയാഞ്ഞതുകൊണ്ട് പത്രപ്രവർത്തകർക്ക് അതിനെ കേൾക്കാവുന്ന തരത്തിലുള്ള ചില ശബ്ദങ്ങൾ എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ ആ നിർണായക നിമിഷത്തിൽ എന്തു ചെയ്യണമെന്ന് ദൈവപുരുഷന് കൃത്യമായി അറിയാമായിരുന്നു. സ്വാഭാവിക മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്തത് അദ്ദേഹം ചെയ്തു. അതുവരെ ദുർബലനായിരുന്ന വൈസ് ചാൻസലർ വീണ്ടും ചൈതന്യമുള്ളവനായി തീർന്നു. ദൈവിക പ്രവൃത്തികൾക്ക് ആത്മീയ വിവേചനം ആവശ്യമാണ്. എന്നാൽ സാധാരണമായ മനുഷ്യന് അവ വിവേചിച്ചറിയാൻ കഴിയില്ല. അവ അവന് അസംബന്ധമോ അർത്ഥമില്ലാത്തതോ ആയി തോന്നുന്നു. അവർ ദൈവത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ആത്മാവിൻ്റെ ജീവിതത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നാം സുവിശേഷം പ്രസംഗിക്കുന്നത്. എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടുകയും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് വരികയും ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. തിമോഥെയോസ് എഴുതിയ 1 ലേഖനം 2 അധ്യായം 4 വാക്യം. അതിനാൽ കർത്താവിനെ അറിയാൻ അവർക്ക് നമ്മുടെ സഹായം ആവശ്യമാണ്. പുരുഷനോ സ്ത്രീയോ, ഒരു പണ്ഡിതനായ പ്രൊഫസറോ, മികച്ച ശാസ്ത്രജ്ഞനോ, കഴിവുള്ള വാഗ്മിയോ, പരിചയസമ്പന്നനായ രാഷ്ട്രീയക്കാരനോ, ഡോക്ടറോ ആരുമാകട്ടെ, അത് ഒരു പ്രശ്നമല്ല. അവർ വീണ്ടും ജനിക്കാത്തിടത്തോളം കാലം അവർ സ്വാഭാവിക മനുഷ്യജീവിതം നയിക്കുന്നു. യേശു പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായം 3 വാക്യം. അതിനാൽ വീണ്ടും ജനിക്കാത്ത
നിങ്ങളുടെ ചുറ്റുമുള്ളവരെ, ഇതുവരെ രക്ഷയിൽ ആയിട്ടില്ലാത്തവരെ കർത്താവിനെ അറിയാനും അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരാനും സഹായിക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, പ്രഖ്യാപിക്കാം. പ്രിയ പിതാവേ, എന്നെ ഒരു ആത്മീയ മനുഷ്യനാക്കിയതിനും വീണ്ടും ജനനത്തിൻ്റെ അനുഗ്രഹം എനിക്ക് നൽകിയതിനും നന്ദി പറയുന്നു. ഞാൻ അങ്ങയുടെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്നു, ആത്മാവിൻ്റെ വിവേചന ശക്തിയിൽ ജീവിക്കുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ആഴമായ കാര്യങ്ങളെ സ്വീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. എൻ്റെ ജീവിതം അങ്ങയുടെ ജ്ഞാനത്തിൻ്റെയും മഹത്വത്തിൻ്റെയും പ്രകടനമാണ്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. തുടർ പഠനത്തിന് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം, യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം.